ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. നിരവധി ഗുണങ്ങളാൽ പേരുകെട്ട ഗ്രീൻ ടീ നല്ല ജീവിതശൈലിക്ക് മികച്ചൊരു പാനീയമാണ്. പ്രമേഹമുള്ളവർക്കും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നവർക്കും ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഇതാണ്. നമ്പർ 1, ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ. ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ്, പ്രത്യേകിച്ച് ഗ്രീൻ ടീയിലെ കാറ്റച്ചിനുകൾ. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. നമ്പർ 2, ഹൃദയാരോഗ്യം. ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് മൂലം ചീത്ത കൊളസ്ട്രോളായ ടോട്ടൽ കൊളസ്ട്രോളും LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും കൂടാതെ രക്തക്കുഴലുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാകുന്നുവെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്പർ 3, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം. ഗ്രീൻ ടീ ഇൻസുലിൻ സംവേദനക്ഷമതയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കാൻ ഗുണം ചെയ്യും. നമ്പർ 4, ശരീരഭാരം നിയന്ത്രിക്കൽ. ഉപാചയ പ്രവർത്തനം കൂട്ടി കൊഴുപ്പുരുക്കി പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാൻ മികച്ച പാനീയമായി ഗ്രീൻ ടീ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്പർ 5, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡന്റുകൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും. നമ്പർ 6, മസ്തിഷ്കാരോഗ്യം. ഗ്രീൻ ടീയിലെ കഫീൻ, അമിനോ ആസിഡായ L-തിയാനൈൻ എന്നിവയ്ക്ക് സിനർജസ്റ്റിക് ഇഫക്റ്റുകളുണ്ട്. ഇത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനുമൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഗ്രീൻ ടീ പ്രമേഹമുള്ളവരും ഹൃദയാരോഗ്യത്തിനും എങ്ങനെ കുടിക്കാം എന്നുകൂടെ നോക്കാം. ഗ്രീൻ ടീ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉയർന്ന ഗുണനിലവാരമുള്ള ഗ്രീൻ ടീ തിരഞ്ഞെടുക്കുക. അതായത് പരമാവധി ബെനിഫിറ്റ്സ് ലഭിക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള ഓർഗാനിക് ഗ്രീൻ ടീ തന്നെ തിരഞ്ഞെടുക്കുക. ആരോഗ്യ ഗുണങ്ങൾക്കായി ഗ്രീൻ ടീ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദിവസം 2-3 കപ്പ് മാത്രം ഗ്രീൻ ടീ കുടിക്കുക. പ്ലാന്റ് ഫുഡിൽ നിന്ന് നോൺ ഹീം ഇരുമ്പാകിരണം കുറയാതിരിക്കാൻ ഭക്ഷണത്തിനിടയിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രീൻ ടീയിൽ പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കുക. ആവശ്യമെങ്കിൽ സ്റ്റീവിയ പോലുള്ള പ്രകൃതിദത്ത സ്വീറ്റ്നർ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീൻ ടീ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രീൻ ടീയിൽ ലെമൺ ജ്യൂസ് ചേർക്കുക. ലെമൺ ജ്യൂസ് വൈറ്റമിൻ സി നൽകുകയും കൂടാതെ ഇത് കാറ്റച്ചിനുകളുടെ ആഗിരണത്തെ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. ഇനി ഗ്രീൻ ടീയിലെ കയ്പ്പ് ഒഴിവാക്കാൻ ശരിയായ ഊഷ്മാവിൽ ഏകദേശം 160 മുതൽ 185 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 71 മുതൽ 85 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ ഗ്രീൻ ടീ ഉണ്ടാക്കുക. ഒപ്റ്റിമൽ ഫ്ലേവറിനും ഗുണങ്ങൾക്കുമായി 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഗ്രീൻ ടീ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുമെങ്കിലും ഇതൊരു പ്രതിവിധിയല്ല. ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങളും മറ്റ് ഹൃദയാരോഗ്യകരമായ ശീലങ്ങളും ഉൾപ്പെടുന്ന ആരോഗ്യകരമായ ജീവിതശൈലിയും ഷുഗർ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനുമൊക്കെ ഗ്രീൻ ടീ ഇതുപോലെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഗ്രീൻ ടീ കുടിക്കുന്നത് മൂലം ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ആരോഗ്യ ഗുണങ്ങൾക്കായി ആരെങ്കിലും ഗ്രീൻ ടീ കുടിക്കാറുണ്ടോ? ഗ്രീൻ ടീ കുടിക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്